സിസ്റ്റത്തെ ബാധിക്കുകയും നമ്മളുടെ ഞരമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും നമ്മളുടെ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും അത് പിന്നെ ക്രമേണ നമ്മളുടെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഓരോ രോഗങ്ങൾ നമുക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ശരീരം നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ ജീർണിച്ചു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇലക്ട്രിക് സിസ്റ്റം, ഇലക്ട്രിക് പാത്ത് വേസ് അല്ലെങ്കിൽ സിഗ്നൽ പാത്ത് വേസ് തെറ്റിക്കിടക്കുക. ഇതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു മാർഗമാണ് ഈ നാഡി ചികിത്സ വഴി നമുക്ക് ആ പാത്ത് വേസിനെ ഹെൽത്തി ആയിട്ടുള്ള ട്രാക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് സ്ഥായിയായി നിലനിർത്തണം. അതിനൊരു കാലാവധിയുണ്ട്. ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ള പഴക്കമുള്ള രോഗങ്ങൾക്ക് മാക്സിമം ഒരു 90 ദിവസം എടുക്കും അത് കറക്റ്റാവാൻ. അപ്പോൾ ആ 90 ദിവസം നമുക്ക് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില ഡയറ്റും വ്യായാമമുറകളും അല്ലെങ്കിൽ ജീവിതചര്യകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് തെറ്റാതെ 90 ദിവസം പാലിച്ചു കഴിഞ്ഞാൽ 90 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഡയബറ്റീസ് എന്നുള്ള രോഗം മാറ്റാൻ പറ്റും. നമ്മൾ ആയുഷ്കാലം ഇതിനു വേണ്ടി പഥ്യം നോക്കേണ്ടതോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അവയവങ്ങളൊക്കെ തീരെ കേടായി പോയാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല. അതേപോലെ തന്നെ മറ്റ് രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും വേഗത്തിൽ നമുക്കിതിനെ തിരിച്ച് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ മൈഗ്രെയിൻ അല്ലെങ്കിൽ നെർവ് സംബന്ധമായ രോഗങ്ങൾ, ന്യൂറോ സംബന്ധമായ രോഗങ്ങൾ, സൈക്കാട്രിക് ഡിസീസസ്, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് എല്ലാ ഗ്രന്ഥികളും എല്ലാ ഓർഗൻസിനെയും നമ്മളുടെ നെർവസ് സിസ്റ്റം, പാരാസിമ്പതറ്റിക് അല്ലെങ്കിൽ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ടാണല്ലോ, അതിൻ്റെ സിഗ്നൽസിൻ്റെ തകരാറ് കൊണ്ടാണല്ലോ പ്രഷർ ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങളും വരുന്നത്. ഇതിനാണ് നമ്മൾ കാലാകാലം ജീവാനന്ദം മരുന്ന് കഴിക്കുന്നത്. പക്ഷേ ഇത് തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മരുന്നിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും, കോംപ്ലിക്കേഷൻസിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. അപ്പോൾ ഇതിന് വളരെ എളുപ്പവും വളരെ ചിലവ് കുറഞ്ഞതും അതേസമയം സേഫും ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ കാലപ്പഴക്കം അനുസരിച്ച് ഇപ്പോൾ ഡയബറ്റീസിന് 90 ദിവസം എടുക്കുമെങ്കിൽ ഇപ്പം മറ്റ് രോഗങ്ങൾക്കൊക്കെ ഇപ്പം 1 വർഷം പഴക്കമുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച മതിയാവും അത് മാറ്റാൻ. അല്ലെങ്കിൽ 2 വർഷം പഴക്കമുള്ള രോഗങ്ങൾക്ക് കൂടിപ്പോയ 2-3 ആഴ്ചയിലെ ചികിത്സ മതിയാവും. അല്ലെങ്കിൽ ഈ പഥ്യം കാരണം നമുക്ക് ആജീവാനന്ദം പഥ്യം നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആജീവാനന്ദം ഒന്നും മരുന്ന് കഴിക്കേണ്ട ആവശ്യം, ഇൻഹേലർ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചികിത്സ നമ്മുടെ മുറ്റത്ത് തന്നെ ഉള്ളപ്പോൾ നമ്മളത് കാണാതെ പോകുന്നത് നമ്മുടെ ഭാഗ്യക്കേടാണ്. അപ്പോൾ ഞാനിവിടെ വർഷങ്ങളായിട്ട് 10 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഗവേഷണ രംഗത്ത് ഇറങ്ങുകയും അതിനുശേഷം ഈ നാഡി വ്യവസ്ഥ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിക്കുകയും ചെയ്ത് അത് നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ